ഷഫീന ബീവി അല്ലെ തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക് തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരുടെ ശ്രദ്ധ പെറ്റ അമ്മ, അതായത് തീരെ സഹിയിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പെറ്റമ്മയും കൊടുത്തത്ര ട്രോമയൊന്നും ഈ ലോകത്ത് രേണു സുധി അവന് കൊടുത്തിട്ടില്ല. ഇതാരെയും വെളുപ്പിക്കാൻ പറയണമെന്നല്ല, നമുക്ക് ചിന്തിച്ചറിഞ്ഞൂടെ രേണു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എഗെയിൻ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രേണു സുധിയുടെ ഒരു കോണ്ടന്റ് ആണ്. അപ്പോൾ ആ കണ്ടന്റിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഫസ്റ്റ് തിങ്, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും പറയുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മുടി കെട്ടി വെച്ചാണ് എടുക്കൽ. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുറേ പേര് ഞാൻ ഈ മുടി പിടിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കണ്ടു. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7:15. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, 19:15, ദാറ്റ് ഈസ് 7:15. ഇനി ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് എന്തായാലും 9 മണിയാവും. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന അതേ ലുക്കിലിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ്, കാരണം ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്, അതിൻ്റെ കൂടെ നല്ല ചൂടുമുണ്ട്. ഫാൻ ഓൺ ചെയ്താൽ നല്ല സൗണ്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ചൂട് വരുന്ന സമയത്താണ് നമ്മൾ മുടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ ചേച്ചി വന്ന് പോവുകയാണ്, എന്താ ചെയ്യുക, ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട്, ഇനിയും കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കമൻറ്റ്, പിന്നെ രേണുവിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ അഗെയിൻസ്റ്റ് ഷഫീന ബീവി, രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ ഇട്ടിട്ടുള്ള വീഡിയോ. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ പോലും എടുത്തു വെച്ച് ഇങ്ങനെ മുറിച്ചുകൊണ്ട് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ബാക്കിയുള്ള വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനൊന്നും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. എനിക്കുള്ള അതേ സ്പേസും ഫ്രീഡവും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കില്ല. പക്ഷെ എന്നാൽ ചില വീഡിയോകളിൽ ചില ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പം സംസാരിക്കണം, അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടന്റ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിലും ലൈക്ക് അടിക്കുന്നതിലും കമൻറ്റ് ഇടുന്നതിലും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിലും. പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. എല്ലാവരുടെ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെ കമൻറ്റ്സിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സൗണ്ടിനെ പറ്റി, എൻ്റെ വീഡിയോനെ പറ്റി, പ്രസൻറ്റേഷനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. ഐ എം വെരി 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 ഹാപ്പി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ബൈ ചേച്ചി. ആദ്യം തന്നെ ഞാൻ നോക്കാൻ പോകുന്നത് ഡാനി സത്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ കിച്ചു ഇട്ടിട്ടുള്ളൊരു കമൻ്റാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാർ എടുത്തുകൊണ്ട് സംസാരിച്ച ഒരു സാധനമാണിത്. ഡാനീൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ കിച്ചു വന്ന കമൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ കമൻറ്റ് ഒന്ന് വായിക്കാം. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് ഒരു സെൻറ്റൻസ്. അവൻ ഈ ഫുൾ സ്റ്റോപ്പ് ഇടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, രേണു ആണെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ, ഈവൻ ജാസി അറിയാമല്ലോ, നമ്മുടെ ട്രാൻസ് വുമൺ ജാസി പോലെയുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ വീഡിയോയിലോ എൻ്റെ തംബ്നെയിലോ എൻ്റെ ടൈറ്റിലോ ഞാൻ ഒരിക്കലും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇവർ മരിച്ച അന്ന് കഴിച്ചു എന്നൊരു സാധനം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കിച്ചുവും പറഞ്ഞിട്ടില്ല. ഇനി ആരാ അങ്ങനെ പറഞ്ഞേ എന്നുള്ള കാര്യം രേണു മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ രേണു ഈ വിഷയത്തെ വെറുതെ വളച്ചൊടിക്കുന്നു എന്ന രീതിയിലാവും. ഞാൻ ക്ലിയർ ആയി പറയുന്നു, രേണുവിൻ്റെ സുധിയുടെ അളിയനും കുറച്ച് പള്ളി കമ്മിറ്റിക്കാരുമാണ് പോകുന്ന വഴി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചത് എന്ന രീതിയിലാണ് കിച്ചു എന്ത് ചെയ്തത് വന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനെ തന്നെയാണ് എടുത്ത് പറഞ്ഞതും അവിടെ പറഞ്ഞത് അളിയനെയും ഒക്കെയാണ്. അല്ലാണ്ട് നമ്മളവിടെ ഒരിക്കലും രേണു എന്ന് പറയുന്ന വ്യക്തി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അടിച്ചു പൊളിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആരും അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം കുറേ ആൾക്കാർ ഇതെടുത്തിട്ടാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതാക്കി ഇതാക്കി. എനിക്ക് അത് എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്, അതുകൊണ്ട് എന്താ കിട്ടുന്നത്, എന്താ ബെനിഫിറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒന്നെങ്കിൽ അതിൽ പറഞ്ഞ കാര്യത്തെ എടുത്ത് സംസാരിക്കും.
എങ്ങനെ നിങ്ങളുടെ ഒരു അച്ഛൻ 1,86,000 പറഞ്ഞു, വേണ്ടത് വെറും 86,000 ആയിരുന്നല്ലോ, പിന്നെ ആ കുട്ടീനെ ഇങ്ങനെ മാറ്റി അകൽച്ച കാണിച്ച് നിർത്തിയിരുന്നോ, അവനെ ഒറ്റപ്പെടുത്തിയിരുന്നോ, എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തി, നിങ്ങൾ തുറന്നു പറയൂ. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ആ ലേഡി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഡ്രഗ് അഡിക്റ്റ് ആയ മോനോട് ഏത് അമ്മയ്ക്കാണ് സ്നേഹം ഉണ്ടാവുക. അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. 4 കൊല്ലമായി ഡി അഡിക്ഷൻ സെൻ്ററിലെ കൗൺസിലറാണ്, ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയ മക്കളോട് സ്നേഹമില്ലാണ്ട് മാറ്റി നിർത്തുന്ന അമ്മമാരൊക്കെ ഒരു 25% ഇല്ലു. 75% ചേർത്ത് നിർത്തി എൻ്റെ മോൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് ഓർത്തേ. അപ്പം അങ്ങനെയൊക്കെ കുറേ സാധനം വന്നു. രേണു വന്ന് പറയട്ടെ, രേണുവിന് എക്സ്പ്ലനേഷൻ തരാം. എൻ്റെ മോനപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എനിക്കതിലൊരു വിരക്തി തോന്നി, ഞാൻ അവനോട് ഡിസ്റ്റൻസ് ഇട്ടു. നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനോ പറയാനോ നിൽക്കില്ല. പകരം ഈ റിപ്ലൈസ് ഒന്നും തരാണ്ട് നമ്മൾ പറയാത്ത സാധനങ്ങൾ എടുത്തു വെച്ച് ഒരു കോൺട്രവേഴ്സി എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത 2ാമത്തെ ലൈന്. പിന്നെ അമ്മയായിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്താ എന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്നു മാത്രം, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലുമൊക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പോൾ ഇട്ട് തരാടാ, അതേ ഉള്ളൂ ഒരു കോണ്ടാക്ട്. അപ്പോൾ കിച്ചു പറയുന്നത് കിച്ചു അമ്മയും തമ്മിൽ ആകെയുള്ള ഒരു കോണ്ടാക്ട് പൈസ. അത് കിച്ചു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ അമ്മേനോട് പൈസ ചോദിക്കലുണ്ട്, അമ്മ പൈസ ഇട്ടല്ലുണ്ട്. പിന്നെ ഇടയ്ക്കെങ്ങാനും അമ്മ വീഡിയോ കോൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ മോനെ അമ്മ ഇപ്പം ഇട്ട് തരട്ടെ മുത്തേ, നമ്മൾ തന്നെ പല മീഡിയക്കാരിൽ കണ്ടിട്ടുണ്ട്, ആ മോനെ അമ്മ ഇവിടെ എത്തിയടാ, അമ്മ ഇതാ വരുന്നടാ, അമ്മ ഇങ്ങനെ ആക്കി തരടാ, അമ്മ പൈസ ഇട്ട് തരടാ. അപ്പോൾ കിച്ചു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വെറും പൈസയായി ബന്ധപ്പെട്ടൊരു കോണ്ടാക്ട് മാത്രമേ ഞങ്ങളുടെ ഇടയിലുള്ളൂ, അതിൽ കൂടുതൽ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ള ഒരു സാധനം എന്ത് ചെയ്തു, കിച്ചു അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ അമ്മ മോൻ ടേംസ് എന്താന്നുള്ളത്. കാരണം കിച്ചുവിന് വേണ്ടിയും കൂടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സ്റ്റോറിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്. ഞാൻ അത് ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൊടുക്കാം. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, രേണുവിൻ്റെ മകൻ കിച്ചുവിനെ കൊണ്ട് ആരോ റീച്ചിനു വേണ്ടി എന്തൊക്കെയോ പറയിപ്പിച്ചു, അതെല്ലാവരും ഏറ്റെടുത്ത് പൈസ ഉണ്ടാക്കുന്നു. അവർ ചാകും എന്ന് പറഞ്ഞപ്പോൾ ചാകാൻ പറയുന്ന രേണുവിനേക്കാൾ മോശമായി എത്ര ആൾക്കാർ നടക്കുന്നു, പക്ഷേ രേണുവിനെ മാത്രം എല്ലാവരും കണ്ടന്റ് ആക്കുന്നു. ഈ ഒരു കമൻറ്റ് രേണു എടുത്ത് ആളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കലില്ല. പിന്നെ ഇവരിതിൽ ഉദ്ദേശിക്കുന്നത് ഷെഫീന എന്ന് പറയുന്ന ഒരു യൂട്യൂബറെയാണ്. ഷെഫീന കിച്ചുവിൻ്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൽഫി കാര്യങ്ങൾ ഷെഫീന ആളുടെ തംബ്നെയിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേ ബി അത് കണ്ടിട്ടായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ രേണു ഒരു റിയാക്ഷൻ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷെഫീന അവിടെ ചെന്ന് കിച്ചുവിനെ കൺവിൻസ് ചെയ്ത് കിച്ചുവിനെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അതിന് റിയാലിറ്റി അറിയാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ അവൻ്റെ അമ്മയാണോ, 2ാം അമ്മയല്ല 3ാം അമ്മയാണെങ്കിലും അവൻ അവൻ്റെ അമ്മയാണോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണോ വലുത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒരു യൂട്യൂബർ പറയുന്നതിനനുസരിച്ച് ചാടിത്തുള്ളുന്ന ഒരു വ്യക്തിയാണോ കിച്ചു? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കിച്ചുയുടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഈവൻ ഇൻ്റർവ്യൂവിലാണെങ്കിലും മീഡിയക്കാരാണെങ്കിലും അല്ലെ കമൻസ് ആണെങ്കിലും അവിടെയൊക്കെ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും സൈലന്റ് കീപ്പ് ചെയ്തിട്ട് അവൻ അവൻ്റെ മെച്യൂരിറ്റിയിലേ നിന്നിട്ടുള്ളൂ. ഞാൻ പല സിറ്റുവേഷനിലും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മാക്സിമം അവൻ ഒതുങ്ങി ഒന്നിനും ഇല്ലാണ്ട് അവൻ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ പോക്ക് എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റണമെന്നില്ല. അവൻ ഏത് നിമിഷം വേണമെങ്കിലും അവൻ്റെ അഭിപ്രായം തുറന്ന് പറയുന്ന ഒരു സ്പേസും ഉണ്ടാവാം എന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ കിച്ചു എന്തിന് രേണുവിന് അഗെയിൻസ്റ്റ് നിൽക്കണം? എന്താണ് കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നം? രേണു പറയുന്ന പോലെ മകന് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ, ആൻഡ് കിച്ചു പൈസയും വാങ്ങുന്നുണ്ട്. ആൻഡ് എന്താണ് ഇവിടെ നടന്നത് എന്നറിയില്ല. ഞാൻ കിച്ചു ഐ ആം ഡൂയിങ് എ വീഡിയോ അഗെയിൻസ്റ്റ് രേണു എന്ന് പറഞ്ഞല്ല കിച്ചു ചെയ്തത്. കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ചെയ്തത്. ആ ലൈഫ് സ്റ്റോറി ഇസ് എ ലോങ് വീഡിയോ. അതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ രേണു സുധിയുടെ ഭാഗം എടുത്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞു. ബിക്കോസ് രേണു സുധിയാണ് കിച്ചുവിനോട് ഓവർ അറ്റാച്ച്മെൻറ്റ് എന്നൊരു സാധനം സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതെടുത്ത് സംസാരിച്ചത്. അപ്പം അറിയില്ല, ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് രേണു സുധി തെളിയിക്കുക എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർ പറഞ്ഞതനുസരിച്ചിട്ടാണോ രേണു കളിച്ചേ അല്ലെങ്കിൽ രേണുവിന് അഗെയിൻസ്റ്റ് കളിച്ചേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ ഷെഫീനയ്ക്ക് അഗെയിൻസ്റ്റ് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഷഫീന ബീവി അല്ലെ, തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്, തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ
നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ്. രേണുവിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇതിൽ എവിടേക്കോ ഒരു ശരിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ടും കിച്ചു ഒരു വീഡിയോ ഇടാനോ കിച്ചു എന്തെങ്കിലും സംസാരിക്കാനോ നിന്നിട്ടില്ല. ആ കിച്ചു പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുക, അതിനോട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളുടെ സ്വന്തം ഷെഫീന ആ വീട്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത ഒരു ഐഡിയ അല്ലെ ക്യാൻവാസിന്റെ പുറത്തായിരിക്കാം വീണേ എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് എല്ലാവർക്കും അറിയാം കിച്ചു രേണു വലിയ നല്ല ടേംസിലല്ല എന്നുള്ളത് എല്ലാവർക്കും മീഡിയയിൽ അറിയുന്ന ഒരു സത്യാവസ്ഥയാണ്. പക്ഷേ അത് സത്യമാണ് എന്ന് കൺവേ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ രേണു ബിൽഡപ്പ് ചെയ്ത് വെച്ച രീതിയിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലി അങ്ങനെയല്ല എന്ന് ഇപ്പം സമൂഹം മനസ്സിലായി. അതായിരിക്കും രേണു പറഞ്ഞത് ഒരു കുടുംബം നശിപ്പിക്കാൻ ആര് മതി, ഷെഫീന മതി എന്ന് പറഞ്ഞത്. അത് ഈ ആംഗിളിൽ തിങ്ക് ചെയ്യുമ്പോൾ രേണു പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. പക്ഷേ ഷെഫീന എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു മോശപ്പെട്ട അലിഗേഷനാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് കൂടി ഓർക്കുക. പിന്നെ തെറിത്താത്ത എന്ന് പറഞ്ഞു, മേ ബി ആളുടെ വീഡിയോയിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യലില്ല. എനിക്ക് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഞാൻ ഒരാൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അയാളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിക്കലുള്ളൂ. പിന്നെ മറ്റൊരാളുടെ വീഡിയോനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കാത്തടത്തോളം കാലം ഇറ്റ്സ് ദെയർ ചാനൽ, ഇറ്റ്സ് അപ് ടു ദം. നിൽക്കുന്നത് മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താന്ന്? ആടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാടി ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്, മനസ്സിലായോ? അതിൽ എവിടെയോ ഒരു പോയിന്റ് ഇല്ലേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ഫുൾ പറഞ്ഞ് ലോകത്തെ ഫുൾ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം രേണു ഈ റിപ്ലൈ തന്നുകൊണ്ട് പറയാം, രേണുവിൻ്റെ പെട്ടിയിൽ എന്ത് സാധനങ്ങൾ വെക്കണം എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ്, അത് രേണുവിൻ്റെ പ്രൈവസിയാണ്. രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് ആ പെട്ടി തുറന്ന് കാണിച്ചുകൊണ്ട് എൻ്റെ പെട്ടിയിൽ ഒരു ബൊമ്മയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് വേണേൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലാണ്ട് പ്രൈവസി ആക്കി വെക്കുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് രേണു പോകുന്നത് രേണുമായിട്ട് വളരെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുമെങ്കിൽ പിന്നെ അത് വേറൊരാളത് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നും കൂടെ. ഞാൻ ഒരിക്കലും രേണു എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇനി 10 ചെയ്താലും 20 ചെയ്താലും നല്ലത് ചെയ്താൽ എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. എനിക്ക് മോശം എന്ന് തോന്നിയാൽ മോശമെന്നും ഞാൻ പറയും. ഇവിടെ രേണു പറഞ്ഞ ചില പോയിന്റുകളിൽ ശരി, ഞാൻ എന്താ ക്രോസ് ചെയ്യണ്ടേ? നിങ്ങളുടെ പെട്ടിയിലുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയണോ? എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും ബോധിപ്പിക്കാണ്ട് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രേണുവിനെ ബോധിപ്പിക്കേണ്ട രേണുവിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ, അവരെ ബോധിപ്പിച്ചിട്ട് എന്നെ രേണു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലത് ഇത്. ആൻഡ് ഷെഫീന എന്താണ് രേണുവിന് അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്തത് എന്ന കാര്യം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെഫീനയ്ക്ക് അഗെയിൻസ്റ്റും ബാഡ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ. ആൻഡ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ടോപ്പിക് എടുക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. മറ്റ് റിയാക്ഷൻ വീഡിയോക്കാർ എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിൽ പറയുന്നു, അത് തെറ്റാണോ റൈറ്റ് ആണോ എന്നൊന്നും ഐ ഡോണ്ട് വോണ്ട് ടു സേ. ബിക്കോസ് എനിക്ക് എൻ്റെ സ്റ്റൈലുണ്ട്, അതുപോലെ മേ ബി അവർക്ക് അവരുടെ സ്റ്റൈലുണ്ട്. അല്ല, നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഈ ഒരു സാധനം നമ്മളുടെ ദിയാസനയും രേണുവും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഷെഫീന എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ ഫിസിക്കലി എന്തോ പ്രശ്നമുണ്ട്, കാലിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. എനിക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഒരാളുടെ ആരോഗ്യസ്ഥിതിയെ കളിയാക്കി പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾക്ക് എന്ന് ആരോഗ്യ പ്രശ്നം വരും എന്നുള്ള കാര്യം നമുക്ക് പോലും പറയാൻ സാധിക്കില്ല. അപ്പം നമ്മൾ മറ്റൊരാളുടെ ആരോഗ്യത്തെ ഇങ്ങനെ കളിയാക്കി പറയുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് രേണു പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
കാരണം നാളെ രേണുവിൻ്റെ കാല് പോകുമോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ ലോകം. അല്ലെ നാളെ അത് സംസാരിക്കാൻ നമ്മളൊക്കെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ ഒരാളുടെ ഒരു ഡിസബിലിറ്റീനെ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അതിനെ കളിയാക്കുന്നത് വളരെ റോങ് ആണ്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. ഓഫ് കോഴ്സ് രേണു നല്ല കലിപ്പിലാണ്. രേണുവിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും രേണു അങ്ങ് തീർത്തേക്കാണ്. കാരണം ഇത്രയും കാലത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ഒരുപാട് കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ടെങ്കിലും രേണു ചേച്ചി കുറേ അതിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പായി സ്കൂട്ടായി പോയൊരു വ്യക്തിയാണ്. പക്ഷെ ഇത് നല്ല അണ്ണാക്കിൽ കിട്ടിയ പോലെ ഒരവസ്ഥയായിപ്പോയി. കാരണം ഈ ലോകത്ത് വേറെ ആര് സംസാരിക്കുകയാണെങ്കിലും രേണുവിന് അതിനെ അഗെയിൻസ്റ്റ് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട്. പക്ഷെ ഇവിടെ ചേച്ചി ടു ആൻ എക്സ്റ്റെൻറ്റ് സൈലൻ്റ് ആയിപ്പോയി. മേ ബി ഇമോഷണലി ആൾ വീക്കായിട്ടുണ്ടാവാം, അത് അറിയില്ല. ഇമോഷണലി വീക്കായിട്ടുണ്ടാവാം, ഫിസിക്കലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവാം, കോൺട്രവേഴ്സി ആവാം, ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇതിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതെല്ലാത്തിൻ്റെ ഫ്രസ്ട്രേഷനും ചേച്ചി ഇപ്പം ഇതിൽ കൂടെ അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എന്നെക്കാളും മറുപടി തരാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി നമ്മളുടെ സ്വന്തം ആരാണ്, നമ്മുടെ സ്വന്തം ഷെഫിന ബീവി ആയതുകൊണ്ട് ആളുടെ മറുപടി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരും എന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് രേണുവിൻ്റെ അക്കൗണ്ടിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ വീഡിയോസ് രേണു ഇങ്ങനെ സ്റ്റോറി ആക്കിയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ തൊട്ട് റീച്ച് ബിൽഡ് ചെയ്ത് വരുന്ന ആൾക്കാരുടെ വരെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരാളുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് സംസാരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീദേവി വേണുഗോപാൽ എന്നാണ് ആളുടെ പ്രൊഫൈല്. ഐ എം റെസ്പെക്റ്റിംഗ് യു എ ലോട്ട്. ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ളത്. യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ്. ഞാൻ ഇതെടുത്ത് സംസാരിക്കാനുള്ളതിൻ്റെ റീസൺ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സാധനങ്ങൾ എനിക്ക് ചെറിയൊരു വിയോജിപ്പ്. അപ്പോൾ ഞാൻ അതെൻ്റെ പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീദേവിയുടെ വീഡിയോയിലോട്ട് പോകാം. എന്റെ പൊന്നോ, ഇപ്പൊ പുതിയൊരു പരാതി. രേണു സുധിയാണ് സുധിയുടെ മകന്റെ കിച്ചുവിന്റെ ബാല്യകാല ട്രോമയ്ക്ക് കാരണം എന്നാണ്. പുതിയ പരാതിയല്ല, മെഞ്ഞാന്ന് കിച്ചു ഇട്ട വീഡിയോന്റെ ബേസിസിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് രേണു സുധി മാത്രമാണ് ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് കാരണം എന്നൊരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം രേണു സുധിയാണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് അത് ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ കൂടെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇമാജിനേഷനിൽ കൂടെ പറഞ്ഞതല്ല. കിച്ചു അവൻ്റെ ചാനലിൽ അവൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബേസിസിൽ പറഞ്ഞതാണ്. അവൻ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ വന്ന് നിന്ന് താമസിച്ചതിന് ശേഷമാണ് ഞാൻ ഡിപ്രസീവ് സ്റ്റേജിലോട്ടും ഡ്രഗ് യൂസേജ് സ്റ്റേജിലോട്ടും പോയത്. എന്നെ ആരും മൈൻഡ് ആക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കായ സാഹചര്യം, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോകുന്നത് പോലും ഇഷ്ടപ്പെടാത്തേ എന്നൊക്കെ പറഞ്ഞത് രേണു സുധിയുടെ മകനാണ്. മകൻ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് പ്രസവിച്ച അല്ലേലോ ഒന്ന്, എന്തായാലും രേണുവിൻ്റെ മകൻ. സോ ഞങ്ങളുടെ ഇമാജിനേഷനിൽ കൂടെ പൊട്ടിമുളച്ചൊരു കാര്യമല്ല. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓഫ് കോഴ്സ് പറയും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് ഒരു കാരണമാണ് എന്ന്. സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ട്രോമ അനുഭവിച്ചു, എന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടന്നു. അപ്പൊ അച്ഛനെ സേഫാക്കി വെക്കുകയും കൂടുതലും മുൾമുനകള് രേണുവിന്റെ തലയിലെ പതുക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊള്ളിക്കുകയും ചെയ്തു ചെക്കൻ. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയും സ്വന്തം അച്ഛനെയും അമ്മേനെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നാണം കെടുത്തണം എന്ന് ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം പ്രായമായി അത്രയും വലിയൊരു തെറ്റ് ആ ഫാദറോ മദറോ അവരുടെ അടുത്ത് അഗെയിൻസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ മേ ബി റിയാക്ട് ചെയ്യുക തന്നെയുള്ളൂ. അല്ലാണ്ട് ഒരാളും സ്വന്തം ഫാദറിനെ അല്ലെ മദറിനെയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നാറ്റിക്കണമെന്ന് ആഗ്രഹിക്കില്ല. ആൻഡ് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം രേണുവിന് അഗെയിൻസ്റ്റ് വന്ന് ഇത്ര സംസാരിച്ചെങ്കിൽ അവന് തോന്നിയിട്ട് തന്നെയാണ്. ആൻഡ് അവനോട് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അവന് മിണ്ടാണ്ടിരിക്കാമല്ലോ. മീഡിയക്കാർ ചോദിച്ചിരുന്നല്ലോ, ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നല്ലോ, എന്നിട്ടൊക്കെ അവൻ മിണ്ടാണ്ടിരിക്കുകയല്ലേ ചെയ്തേ.
ഒരു പോയിന്റിൽ അവൻ കണ്ട് സഹിച്ച് അവന് പറയണം തോന്നി, അവൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അവൻ്റെ വായ കൊണ്ട് സുധി തെറ്റ് ചെയ്തു എന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് ആർക്കും സുധീനെ കുറ്റം പറയാൻ പറ്റില്ല. അവൻ്റെ വായ കൊണ്ട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കൊല്ലം സുധി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്, കിച്ചുവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയേണ്ടത് കിച്ചുവാണ്, അല്ലാണ്ട് നിങ്ങളല്ല. കിച്ചു അത് പറയുമ്പം നമുക്കത് പറയാം. പക്ഷെ നിങ്ങളിവിടെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? രേണു സുധി എന്ന് പറയുന്നത് അവന്റെ അച്ഛന്റെ 3ാമത്തെ വൈഫാണ്. അവന്റെ മുമ്പില് ഈ നാടകം കളിക്കുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ 3 സ്ത്രീകളുമായിട്ട് കലഹിച്ച് നിരന്തരം ദാമ്പത്യ ബന്ധങ്ങൾ തകർത്ത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോയി അവന്റെ അച്ഛനും പെറ്റ അമ്മ, അതായത് തീരെ സഹിയിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പെറ്റമ്മയും കൊടുത്തത്ര ട്രോമയൊന്നും ഈ ലോകത്ത് രേണു സുധി അവന് കൊടുത്തിട്ടില്ല. ഈ ഒരു സാധനം ഞാൻ എടുത്തൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അവൻ്റെ അച്ഛൻ ഒന്നിലധികം വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു സാധനം, ആദ്യം തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ജീവിതകാലം മുഴുവൻ താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, സ്നേഹിക്കാത്ത, തനിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത, താൻ ഇമോഷണലി മെൻ്റലി ഒന്നും കണക്റ്റഡ് അല്ലാത്ത ഒരു പാർട്ട്ണറെ സഹിച്ച് ജീവിക്കുന്നതിലും നല്ലതാണ് ആ ബന്ധം ഒഴിവാക്കി വേറെ ആരിലാണോ കംഫോർട്ടബിൾ ആയി തോന്നുന്നത് അവരിലോട്ട് പോകുന്നത്. സോ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ വിധവയായി നിൽക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. രേണുവിന് ഒരു പാർട്ട്ണറെ വേണം തോന്നുമ്പോൾ രേണുവിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ രേണുവിന് കല്യാണം കഴിക്കാം, അത് രേണുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഒന്നിലധികം കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ആൻഡ് രണ്ടാമത്തെ ഒരു സാധനം ഇവിടെ പറഞ്ഞത് ട്രോമ. ഓഫ് കോഴ്സ് അത് ട്രോമയാണ്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഒരു വളർന്നു വരുന്ന കുട്ടീനെ സംബന്ധിച്ച് അവൻ്റെ അച്ഛൻ ആദ്യം ഒരു കല്യാണം കഴിച്ച് ആ അമ്മയായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ അവരുടെ കല്യാണം ഫുൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞത് പ്രകാരം അങ്ങനെ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവനിൽ വലിയൊരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. അവൻ്റെ അമ്മ അവൻ്റെ അച്ഛനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയ ടൈമിൽ തന്നെ അവന് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവൻ ഏതാണ് വലിയ ട്രോമ എന്നുള്ളത് അവൻ പറയും. അവൻ്റെ അച്ഛൻ്റെ 3 കല്യാണമാണോ, അല്ലെ അവൻ്റെ അച്ഛനും ഭാര്യയും തമ്മിലുള്ള തല്ലാണോ, അല്ലെ രേണു അമ്മ ചെയ്തതാണോ അവൻ ഏറ്റവും വലിയ ട്രോമ എന്നുള്ളത് അവൻ പറയും. കാരണം ട്രോമ ഫേസ് ചെയ്തത് അവനാണ്. അവൻ്റെ ട്രോമ സംസാരിക്കാൻ ഈ ലോകത്ത് അവന് മാത്രമേ കഴിയൂ. അവൻ ഇതൊന്നും ട്രോമയായി പറയാത്തിടത്തോളം കാലം ബാക്കിയുള്ള ആൾക്കാർ രേണുവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ട്രോമ പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ആൻഡ് അതൊരു പെർസ്പെക്റ്റീവ്. ഇനി അടുത്തൊരു പെർസ്പെക്റ്റീവ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരാൾ ചെറിയ പ്രായം തൊട്ടിട്ടേ, ഇപ്പം കിച്ചുവിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അമ്മ ചെറിയ പ്രായം തൊട്ടിട്ടേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയുമായിട്ടാണ് പോകുന്നതെങ്കിൽ കിച്ചു കാണുന്നത് ഫുൾ എന്താണ്? ഈ തല്ല് പിടിയാണ്. അപ്പോൾ കിച്ചുവിന് അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും, നിങ്ങൾ പറഞ്ഞ പെർസ്പെക്റ്റീവിൽ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മേൻ്റെ അടുത്താണെങ്കിലും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ രേണു എന്ന് പറയുന്ന വ്യക്തിനെ കിച്ചു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അമ്മയും ഞാനും ഭയങ്കര അടുപ്പത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ ഈ അടുപ്പത്തിൽ നിന്നൊരു വ്യക്തി പെട്ടെന്ന് സ്വഭാവം മാറുമ്പോൾ അത് ഓപ്പോസിറ്റിലെ വ്യക്തിയിൽ ഉണ്ടാകുന്ന ട്രോമ വളരെ വലുതാണ്. ആ കുട്ടീൻ്റെ ചെറിയ പ്രായം തൊട്ട് ആ കുട്ടി ആ കൊല്ലത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മുമ്പ് വന്ന 2 അമ്മമാരും ഇവനെ വീട്ടിലോട്ട് അടുപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് സ്നേഹത്തോടു കൂടി ഇവൻ അടുപ്പിച്ചത് രേണുവാണ്. അപ്പോൾ ഇവൻ്റെ പ്രതീക്ഷ, ഇഷ്ടം എല്ലാം കൊടുത്തുകൊണ്ട് അവനെ സ്വീകരിച്ചെത്തിച്ചിട്ട് പെട്ടെന്ന് അവൻ ഒറ്റയ്ക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് എന്ന് പറയുന്നത് വലുതാണ്. സോ അവർ ചെയ്തതിനേക്കാളും വലിയ ട്രോമയാണ് അമ്മ തന്നെ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ. ഇതാരെയും വെളുപ്പിക്കാൻ പറയണമെന്നല്ല, നമുക്ക് ചിന്തിച്ചറിഞ്ഞൂടെ. രേണു സുധി ഈ സുധിയുടെ ജീവിതത്തിലേക്ക് ഈ 3 സ്ത്രീകളും വരുന്നത് ഇയാളുടെ ലൈം ലൈറ്റിലുള്ള മിമിക്രി പ്രകടനം കണ്ട് ആരാധന മൂത്തിട്ടാണ്. ഈ 3 സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ ഈയാമ്പറ്റകളെ പോലെ ചിറക് തളർന്ന് വീണത് ഇയാളോടുള്ള ആരാധന മൂത്ത്. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് വന്നപ്പോൾ രേണു സുധി അയാളുടെ കടം, അയാളുടെ മദ്യപാനം, അവരുടെ ജീവിതത്തിൽ അവര് ഏറ്റവും സന്തോഷത്തിലും അയാൾ ഒരുപാട് സ്വത്തുണ്ടാക്കി ആ സ്വത്ത് പിടിച്ചടക്കി ഈ മകനെ പുറത്തേക്ക് ഇറക്കുക ഒന്നുമല്ല ചെയ്തത്. അവര് ശരിക്കും പറഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യണ പോലെ അവരും സ്ട്രഗിൾ ചെയ്യായിരുന്നു. പൊന്നെ മുത്തേ ഓമനിച്ചില്ല, അങ്ങനെ ഒരു പരാതി കിച്ചുവിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ചേച്ചി ആദ്യം ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയുക? ആദ്യം വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല വൃത്തിയിൽ രേഖപ്പെടുത്തുക. പിന്നെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും മക്കളെ ചേർത്ത് നിർത്തുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. ഇപ്പം
ഞാൻ എൻ്റെ ലൈഫിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ ഈ കോളനി ഏരിയകളാണ്. നമ്മുടെ വയനാട്ടിലൊക്കെ ഒരുപാട് കോളനി ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വർക്കിന് പോകും. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഈ കോളനി ഏരിയയിലാണ്. അവിടെ കറണ്ട് ഉണ്ടാവണമെന്നില്ല, വെള്ളം ഉണ്ടാവണമെന്നില്ല, അവർക്ക് ബ്രഷ് ഉണ്ടാവണമെന്നില്ല, അവർക്കൊരു പ്രോപ്പറായി നമ്മൾ കഴിക്കുന്ന പോലെ മീൻകറി ചിക്കൻ കറി ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ വല്ല കഞ്ഞിവെള്ളത്തിലിട്ട ഈ ഇലേൻ്റെ താള് കറിയോ ചോറോ നല്ല മുളകോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കഴിക്കുക. പക്ഷേ അവിടെ ഉണ്ടാവുന്നൊരു സ്നേഹമുണ്ട്, അവിടെ ഉണ്ടാവുന്നൊരു കെയർ ഉണ്ട്. അപ്പം പൈസ ഉണ്ടെങ്കിൽ കെയർ ഉണ്ട്, പൈസ ഇല്ലെങ്കിൽ കെയറാണ്. പോവർട്ടി ആകുമ്പോൾ കെയർ ചെയ്യും, ഫിനാൻഷ്യൽ സ്ട്രഗിളിൻ്റെ കെയർ അങ്ങനെയൊന്നുമില്ല. 1 ഉറുപ്പ്യ കൊണ്ട് ജീവിക്കുന്നവനും 1000 രൂപ കൊണ്ട് ജീവിക്കുന്നവനും കെയർ വേണമെങ്കിൽ 1 ഉറുപ്പ്യ ഉള്ളപ്പോഴും കൊടുക്കാം, 1000 രൂപ ഉള്ളപ്പോഴും കൊടുക്കാം. അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അതിനുള്ളൊരു മനസ്സ് ഉണ്ടായാൽ മാത്രം മതി. ആ സ്ട്രഗിളിന്റെ ഇടയില് ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മോനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് പൊന്നേ മുത്തേ എന്ന് എന്താ പറയാ ഓമനിച്ചില്ല എന്നാണ് പരാതി. ഇനി ഈ സുധിയുടെ മരണശേഷം രേണു സുധി പ്രശസ്തയായപ്പോ ഈ രണ്ടാനമ്മയുടെ പ്രശസ്തി ചുളിവില് അവനും ഉപകാരപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടില് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ അവന്റെ ചാനലിലുണ്ട്. യൂട്യൂബിലൂടെ 10 പൈസ കിട്ടി തുടങ്ങിയപ്പോ കാറായി, പുറകിലിരുന്ന് ഇൻസ്പയർ ചെയ്യാൻ ചങ്സായി. എന്നാ പിന്നെ ഇവരുടെ പ്രശസ്തി ഈ പറയുന്ന ഒരു സാധനത്തിനോട് ഞാൻ ഭയങ്കര ഓപ്പോസിറ്റ് നിൽക്കുന്നു. കാരണം ഈ കുട്ടിക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അവന് നല്ല അടിപൊളിയായിട്ട് റീച്ച് ഉണ്ടാക്കാം. രേണു ഉണ്ടാക്കുന്നതിന് 100 റീച്ച് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവൻ്റെ ഒറ്റ വീഡിയോ 1 മില്യൺ റീച്ച് പോയി. അവൻ്റെ ഒറ്റ വീഡിയോ ഇന്ന് 3-4 ദിവസം സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. രേണു മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന റീച്ച് അവൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. അവൻ ഇത്ര കാലമായിട്ട് ചെയ്തിട്ടില്ല. പല മീഡിയക്കാരുടെ ചോദ്യത്തിനും രേണുവിനെ പോലെ ഇങ്ങനെ ഉത്തരം പറഞ്ഞ് നടക്കുകയല്ല, അവൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവന് റീച്ച് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. അവന് വേണമെന്ന് വിചാരിച്ചാൽ അവന് റീച്ച് ഉണ്ടാക്കാം. പിന്നെ അവൻ അത്രമാത്രം കുഴികുത്തിയ പൈസ നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും രേണുവിനോട് ഈ 500, 100, 600 ആയി ചോദിക്കേണ്ട ആവശ്യമില്ല. രേണു അവന് ഇട്ടുകൊട്ട പൈസേൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു. അവൻ തന്നെ പറഞ്ഞു കമൻറ്റ് കൂടെ, ഞാൻ രേണുവിനെ വിളിച്ച് പൈസ ചോദിക്കലുണ്ട് എന്നുള്ള. രേണുവും പറഞ്ഞു അവൻ പൈസ ചോദിക്കലുണ്ട് എന്ന്. ഈ കിൻഡൽ കണക്കിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തിനാണ് രേണുവിനോട് പൈസ ചോദിക്കേണ്ടേ? ആ കുട്ടീൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് വീഡിയോസേ അവൻ ഇട്ടിട്ടുള്ളൂ, വളരെ കുറച്ച് ഷോർട്സേ അവൻ ഇട്ടിട്ടുള്ളൂ. അവന് ഡെയിലി വ്ളോഗ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് നല്ല പൈസ ഉണ്ടാക്കാം. അപ്പോൾ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ റീച്ച് പിടിക്കുക ഇതൊന്നും അവൻ്റെ ഒരു സാധനയല്ല. അങ്ങനെ ഒരു സാധനമാണ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പേ അവനാവാമായിരുന്നു. ഇപ്പം ഈ കുറേ സമയം കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞൊന്നും അവൻ ഈ പൊട്ടി മുളച്ച് വരേണ്ട ആവശ്യമില്ല. പിന്നെ രേണുവിൻ്റെ റീച്ച് കളഞ്ഞിട്ട് അവനൊന്നും കിട്ടാനില്ല. അവനിപ്പോൾ പറഞ്ഞതുപോലെ അവനൊരു 500, 100, 600 ഒരാൾ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രേണു സുധി തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. പിന്നെ അവൻ്റെ കയ്യിലുള്ള പൈസയോ. അപ്പോൾ അവൻ എന്തിനാണ് രേണുവിൻ്റെ റീച്ച് കളയുന്നത്? ആൻഡ് ഇങ്ങനൊരു സാധനം സംസാരിക്കുന്നതിൽ കൂടെ രേണുവിൻ്റെ റീച്ചല്ല പോകുന്നത്, രേണുവിന് സോഷ്യൽ മീഡിയ ലൈം ലൈറ്റിൽ നിൽക്കുക തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ 3-4 ദിവസമായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന രേണുവിനെ കുറിച്ചല്ലേ. റീച്ച് പോയോ? റീച്ച് കൂടുകയല്ലേ ചെയ്ത്. അറിയാത്തവർ വരെ അറിഞ്ഞു. അറിയാത്ത രേണുവിൻ്റെ അക്കൗണ്ടിൽ വേറെ വീഡിയോ ഉണ്ട്, ഒരു പെണ്ണുങ്ങൾ പറഞ്ഞ് രേണുവിനെ പറഞ്ഞു. അറിയാത്തവർ വരെ രേണുവിനെ അറിഞ്ഞു തുടങ്ങി. റീച്ച് പോവല്ലേ ചെയ്യുക. റേണുവിന് ഒരു ഹേറ്റ് സ്പ്രെഡായി, അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി വന്നു, അങ്ങനെ പറയൂ കേട്ടോ. ഈ ചുളിവിലൊന്നും ഇല്ലാതെയാക്കിയേക്കാം. എന്റെ സെന്റിമെന്റ്സ് അടിച്ച എന്റെ ബാല്യകാല ട്രോമയോ ഒക്കെ അങ്ങോട്ട് പ്രസന്റ് ചെയ്തപ്പോ അയ്യോ പാവം കിച്ചു. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. അപ്പൊ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കണ അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണ ഒരു മോനെ എല്ലാവരും കൊണ്ട് വന്നിട്ട് കൊഞ്ചിക്കോ? എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യം ഉണ്ടാവില്ലേ? കോവിഡിന്റെ സമയത്ത് ആരുടെ കയ്യിലും പൈസയില്ല, എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു മകൻ റൂം അടച്ചിട്ടിട്ട് അത്യാവശ്യം പുകയ്ക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോ ആർക്കെങ്കിലും ആ ചെറുക്കനോട് സ്നേഹം ഉണ്ടാവുമോ? എന്നാൽ അതൊന്നുമല്ല. അവൻ കഞ്ചാവ് യൂസ് ചെയ്യുന്ന മക്കളോട് അമ്മമാർക്ക് സ്നേഹം ഉണ്ടാവുമോ? 100% സ്നേഹം ഉണ്ടാവും. കാരണം ഞാൻ ഒരു കൗൺസിലർ എന്ന നിലയിൽ ചില വീട്ടുകാരൊക്കെ അവരുടെ മോനെ ഒന്നിലധികം 5-6 തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുപോയിടും. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ വളരെ ക്ലിയർ കട്ടായിട്ട് പറയും, ഇവനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഇവനിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവനോട് കൊണ്ടുപോയിടുന്നത് എന്ന് ഞാൻ പല ഫാമിലി മെമ്പേഴ്സിനടുത്തും ഞാൻ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ പറയും വേണ്ട മാഡം, ഇതിൽ രക്ഷപ്പെട്ടാലോ, ഇതിൽ മാറ്റം ഉണ്ടായാലോ. അപ്പം ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം കുട്ടീനെ മാറ്റി പറയാനോ തള്ളിക്കളയാനോ പറ്റില്ല.
ആൻഡ് ഇനി സ്റ്റെപ്പ് മദർ ആയതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുമെങ്കിലും അവനോട് അത്ര ഈ രേണു പറഞ്ഞ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ മോനിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അവനെ മാറ്റാൻ ശ്രമിക്കുക, ശകാരിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അകൽച്ച് നിർത്തി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ ഒരു സൈഡിൽ നമുക്ക് ദേഷ്യവും വാശിയും ഉണ്ടാവും. അതൊരിക്കലും മാസങ്ങളോളം കൊല്ലങ്ങളോളം പോയി അവനൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോയി അവൻ്റെ അച്ഛനിൽ നിന്ന് അകറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വേഴ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രേണു മകനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. രേണു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കിച്ചുവിന് അഗെയിൻസ്റ്റ് സംസാരിച്ചിട്ടില്ല. അല്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് രേണു ഒന്നും കയറി സംസാരിച്ചിട്ടില്ല. ഇനി മേ ബി രേണു രണ്ടാം തീയതി തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കിച്ചുവിനെ എന്തായാലും വലിച്ചൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അറിയില്ല, നടക്കാതിരിക്കാം. കാരണം എന്തോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ എന്തോ ഒരു ബൈറ്റ് ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. രേണു പറഞ്ഞിട്ടില്ല, രേണുവിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോഴും രേണു ആ കേസിൽ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും രേണു ഷെഫീനേനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആളെ ചെയ്തിട്ടില്ല. അതിന് ഞാൻ ഓഫ് കോഴ്സ് രേണുവിനെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇല്ല, രേണുവിൻ്റെ ഒരു സ്വഭാവം വെച്ച് രേണു കയറി പറയേണ്ടതാണ്. മോനെന്ന് കൺസിഡർ ചെയ്തതുകൊണ്ടായിരിക്കാം മേ ബി രേണു പറയാത്തത്. എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് അവൻ എന്റെ മൂത്ത മകനാണെന്ന് അംഗീകരിച്ച് സുധിയുടെ മരണശേഷവും അവന് തന്നെ കൊണ്ടാവുന്ന സഹായവും അംഗീകാരവും ഒക്കെ നൽകി. ഇനി രേണു സുധിയുടെ വളർച്ച, അവരെ സുധിയുടെ വിധവയായിട്ട് ഏതെങ്കിലും മുക്കിൽ കിടന്ന് ഇല്ലാണ്ടായില്ല, വെള്ള വസ്ത്രം എടുത്തിട്ട് നമ്മുടെ മുമ്പ് കൂടെ കണ്ണീരണിഞ്ഞ് നടന്നില്ല എന്നാണല്ലോ കുറ്റം. അവര് മിടുക്കിയാണ്, അവരുടെ തൊഴിൽ അവർ ചെയ്തു. ഈ ബാർ ഡാൻസർ ഒരു തൊഴിലാണ്. അവരുടെ ആ ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് പോയി നോക്ക്. അവരെ ഇങ്ങനെ കൊല്ലാൻ വിധിക്കുന്ന മലയാളികൾ തന്നെയാണ് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർക്ക് ഇത്രയും വലിയൊരു എമൗണ്ട്, ഒരു 3 ലക്ഷമൊക്കെയാണ് അവർ മന്ത്ലി വാങ്ങുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ രണ്ടാനമ്മ ഇങ്ങനെ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കെ എല്ലാവരുടെ ശ്രദ്ധ എന്നിലേക്ക് വരട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ടാവും ആ പയ്യനെ. രേണു സുധിക്കെതിരെ ഇങ്ങനെ ഒരു 4 വർത്താനം പറഞ്ഞ എന്തൊക്കെയായാലും മോനെ, നിന്റെ മുമ്പിലേക്ക് ഒരു പിടി ചോറുമായിട്ട് അവരെപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, ആ നന്ദി കാണിക്കും. എന്തായാലും അവരുടെ വീട്ടില് നിന്നെ പിടിച്ച് ഒരു അഭയത്തോട് കൂടിയിട്ട് നിനക്ക് അവിടെ കിടക്കാൻ പറ്റി. ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളോട് എനിക്കൊരു നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ട്. ആരോ പിരികേറ്റി വിട്ടു എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശം ഷെഫീനേനെ ആയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാനൊരു റിപ്ലൈ അവിടെ തരുന്നില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, വല്ലപ്പോഴെങ്കിലും നിനക്ക് ഭക്ഷണവും കാര്യങ്ങളും കൊണ്ട് തന്നല്ലോ, ഒരു രണ്ടാനമ്മ എന്ന നിലയിൽ പൊള്ളലും അതും ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന സാധനം. കിച്ചു കറന്റ്ലി ഇതൊന്നും പറയാത്ത സ്ഥിതിക്ക് രേണുവിൻ്റെ സൈഡിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കിച്ചു മനസ്സിലാക്കുക എന്നൊരു സാധനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്വാളിറ്റി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം കിച്ചുവിനെ രേണുവിന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങ് പല വീഡിയോസും കാര്യങ്ങളും ഇടാം. കിച്ചുവിൻ്റെ ഡ്രഗ് ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി, യൂസേജ്, കേസസ് ഒക്കെ പറയാം. അതൊന്നും അവർ പറഞ്ഞിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്കത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് കോൺട്രവേഴ്സി ഉണ്ടാക്കാം. അത് അവർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് രേണു എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അറിയില്ല, ഇൻ്റർവ്യൂ കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത്. എല്ലാവരും വീഡിയോയിൽ പറയുന്ന ഒരു സാധനമാണ് രേണു സുധി വിധവയായിട്ട് മൂലക്കിരിക്കണം, വെള്ള സാരി കൊടുക്കണമെന്ന്. ആദ്യം തന്നെ കണ്ടു വെള്ള സാരി പരിപാടി കഴിഞ്ഞു എൻ്റെ ചേച്ചി. ഈ പറയുന്ന ആൾക്കാരുടെ എമ്പറൊക്കെ കഴിഞ്ഞ് സതികാലം, ഇപ്പം ആ കാലമൊന്നുമില്ല. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ 2026 ഇന്ന് കല്യാണം തന്നെ അല്ലാണ്ട് ലിവിങ് ടുഗദറിൽ ജീവിക്കുന്ന ഈ ഒരു സമയം വെള്ളസാരി കൊടുത്ത് ഇരിക്കണമെന്ന് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും പറയില്ല. നിങ്ങളിത് എന്ത് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്? അവരോട് ജോലി ചെയ്യണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജോലിക്ക് കയറിയ ആളാണ് ഞാൻ. പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ സെമസ്റ്റർ എക്സാം ഞാൻ ജോലി ചെയ്തുകൊണ്ട് ചെയ്ത ആളാണ് ഞാൻ. ഇപ്പോൾ 4 കൊല്ലത്തിലധികമായി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബൈ പ്രൊഫഷൻ. എനിക്ക് സാമ്പത്തികം, ജോലിയുടെ ഇമ്പോർട്ടൻസ് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഇരിക്കണം എന്ന് നമ്മളാരും പറഞ്ഞില്ല. ഈ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയില്ല. ആൻഡ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, സബ്സ്ക്രിപ്ഷൻ 3 ലക്ഷം, അതൊക്കെ വ്യക്തിഗതമായ സാധനമാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ശരീരം കാണിച്ച് പൈസ ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അത് രേണു സുധിയുടെ ഇഷ്ടമാണ്. പിന്നെ കാണിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ കാണാനും ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ കാണിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. കാണാൻ ആൾക്കാരുണ്ട് എന്ന് കരുതിയിട്ട് ഞാനൊന്നും കാണിക്കാൻ നടക്കുന്നില്ലല്ലോ. ദാറ്റ്സ് മൈ സ്റ്റാൻഡേർഡ്. It will never ever change. Okay, so that's it.